ടെസ്റ്റ് എന്ന് കേൾക്കുമ്പോഴേക്ക് പല ആളുകളും വെപ്രാളത്തിലാണ്. ചെറിയ ഒരു ഇന്റർവ്യൂ വരുമ്പോഴേക്കും, ഏതെങ്കിലും സ്ഥാപനത്തിൽ ഇന്റർവ്യൂവിന്റെ കാർഡ് വരുമ്പോഴേക്കും ടെൻഷൻ അടിക്കുന്ന ആളുകൾക്കാണ്. ഏറ്റവും കുറഞ്ഞത് ഒരു ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകാൻ പോലും പേടിയുള്ള ആളുകളാണ്. ഇങ്ങനെയൊക്കെ നമ്മൾ എന്തിനാണ് പേടിക്കുന്നത്? പേടി ആവശ്യമാണ്. എപ്പോഴും നമ്മുടെ മനസ്സിലൊരു വിശ്വാസം ഉണ്ടാകണം. എന്റെ റബ്ബ്, എന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന എന്റെ റബ്ബ് എന്നെ കൈവെടിയുകയില്ല. എനിക്ക് നന്മ എന്ന് തോന്നുന്നത് എന്റെ റബ്ബ് ചെയ്യുമെന്നൊരു ഉറച്ച വിശ്വാസം ഉണ്ടായിരിക്കാം. അതാണ് ആദ്യമായി നമുക്ക് വേണ്ടത്. ആ വിശ്വാസം ഉള്ളതോട് കൂടി ഏതാനും ചില കാര്യങ്ങൾ നമ്മൾ പ്രവർത്തനത്തിൽ കൊണ്ടുവരികയും കൂടി ചെയ്താൽ നമുക്ക് വിജയം ഉറപ്പാണ്. അല്ലാഹു നമുക്ക് വിജയം നൽകുമാറാകട്ടെ. നാം ചെയ്യേണ്ടത്, നമുക്ക് ടെസ്റ്റിന് പോകുന്ന അല്ലെങ്കിൽ ഇന്റർവ്യൂവിന് പോകുന്ന ആ ദിവസം എന്തായിരുന്നാലും സുബഹിയും ഖളാ ആവാതെ നിസ്കരിക്കണം. മറ്റുള്ള ദിവസം വേണ്ടെന്നല്ല പറഞ്ഞത്. സുബഹിയും ഖളാ ആവാതെ നിസ്കരിച്ച് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ബദരീങ്ങളുടെ പേരിൽ 3 ഫാത്തിഹ ഓതുക. അപ്പൊ നമ്മുടെ മനസ്സിലുണ്ടാവണ നെയ്യത്ത് എനിക്ക് വിജയിക്കണം, എനിക്ക് ഈ ടെസ്റ്റിൽ പാസ്സാവണം എന്നായിരിക്കണം. ആ ഫാത്തിഹ ഓതിയതിനു ശേഷം 121 തവണ യാ മലിക്കു യാ അല്ലാഹ് എന്ന് ചൊല്ലുക. യാ മാലിക്കു എന്നല്ല, യാ മലിക്കു യാ അല്ലാഹ് എന്ന് 121 തവണ എണ്ണം തെറ്റാതെ ചൊല്ലുക. അതിനുശേഷം വലത് കൈ എടുത്ത് നെഞ്ചത്ത് വെച്ചുകൊണ്ട് വീണ്ടും ഒരു 71 തവണ എണ്ണം തെറ്റാതെ യാ ഫത്താഹു യാ അല്ലാഹ് എന്ന ദിക്റും ചൊല്ലുക. ഈ 2 ദിക്റും അല്ലാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ദിക്റുകളാണ്. ഇതും ചൊല്ലിക്കഴിഞ്ഞതിനു ശേഷം നാം ഒരു കാര്യം തീരുമാനിക്കുക. എന്റെ ഈ പരീക്ഷയിൽ, എന്റെ ഈ ടെസ്റ്റിൽ എനിക്ക് വിജയം ലഭിച്ചാൽ 313 രൂപ ബദരീയത്തിലേക്ക് ഞാൻ കൊടുക്കും എന്ന് നേർച്ചയാക്കുക. 313 രൂപ ബദരീയത്തിലേക്ക് കൊടുക്കുമെന്ന് നേർച്ചയാക്കുക. ഒരു സംഖ്യ ദാനം ചെയ്യുക എന്നുള്ളത് ഏതൊരു പ്രതിസന്ധി ഘട്ടത്തെയും നമുക്ക് അനുകൂലമായി കൊണ്ടുവരാൻ നല്ലതാണ്. നമുക്കൊരു അനുകൂലമായ ഒരു അവസ്ഥ ഉണ്ടായിക്കിട്ടാൻ ഇത് നേർച്ചയാക്കുക. എന്താണ്? എന്റെ ടെസ്റ്റ് പാസ്സായാൽ 313 രൂപ ഞാൻ ബദരീയത്തിലേക്ക് കൊടുക്കും. പാസ്സായിട്ടിലേക്ക് കൊടുക്കേണ്ടതില്ലല്ലോ. അങ്ങനെ നേർച്ചയാക്കി ബിസ്മിയും ചൊല്ലി നിങ്ങളുടെ ടെസ്റ്റ് ഇറങ്ങി നോക്കൂ. വിജയം ഉറപ്പാണ്. അള്ളാഹു വിജയിപ്പിക്കുമാറാവട്ടെ. ഹൈറാണ് നിങ്ങൾക്ക് ആ ടെസ്റ്റെങ്കിൽ ആ ടെസ്റ്റിലെ പ്രവർത്തനങ്ങൾ, ജോലിയാവട്ടെ, ഇനി ഡ്രൈവിംഗ് ആവട്ടെ, ഇനി മറ്റെന്തെങ്കിലും വിഷയങ്ങളാവട്ടെ, PSC ടെസ്റ്റ് ആവട്ടെ, ഏതായിരുന്നാലും ശരി, നിങ്ങൾക്ക് അത് ഹൈറാണ് എങ്കിൽ തീർച്ചയായും അള്ളാഹ് നിങ്ങളെ വിജയിപ്പിക്കുക തന്നെ ചെയ്യും. അള്ളാഹുവിന്റെ ഇസ്മുൽ അഅ്ലം ഓതിയിട്ട് ബദരീങ്ങളുടെ പേരിൽ നേർച്ചയാക്കിയിട്ട് ഫാത്തിഹ ഓതിയിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അത് വിജയിച്ചിരിക്കും. ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, വിജയിച്ചു കഴിഞ്ഞാൽ നേർച്ചയാക്കിയ പണം നാം ബദരീയത്തിന്റെ സദസ്സിലേക്ക് കൊടുക്കണം. മറന്നു പോകരുത്. മറ്റുള്ള ആളുകൾക്ക്, ഇത്തരം ടെസ്റ്റിന് വേണ്ടി ഒരുങ്ങി തയ്യാറാവുന്ന ആളുകളിലേക്ക് ഈ ഒരു നിർദ്ദേശം എത്തിച്ചു കൊടുക്കുകയും വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാ പരീക്ഷകളിൽ നിന്നും വിജയിപ്പിച്ചു തരുമാറാവട്ടെ.